ആരേറ്റെടുക്കുന്നു ഇന്നത്തെ ടാസ്ക് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ സംശയം. അല്ല, ഇന്നത്തെ വെരി പ്രൗഡ് മൊമെന്റ് എന്ന് പറഞ്ഞാല് ഓരോരുത്തരും സൂപ്പർ പെർഫോമേഴ്സ് ആണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിലെ 2 സ്കിറ്റുകളും കഴിഞ്ഞതിന് ശേഷം ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോ കാണാം. അവൾ എന്റെ അടുത്ത് പറഞ്ഞതേ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ 5ാമത്തെ റബ്ബറിന്റെ ഗഡ ഇരിക്കാനാണ് പറഞ്ഞത്. നീ വിളിച്ച അവൾ വരും എന്തൊരു ഉറപ്പുണ്ട്. ഞാൻ വിളിച്ച എന്റെ അശ്വതി അച്ചു ഇറങ്ങി വരൂ. കൂട്ടുകാരെ, അശ്വതി അച്ചുവാണ്, അവളെ തേക്കി നീ സൂക്ഷിച്ചോളാ. മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചുടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി പഞ്ചാര പായസം ഉണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വയ്ക്കും. നീ എന്തിനടി ബാക്കി നിൽക്കണ? ഫ്രണ്ടിൽ വന്ന് ഗിയർ അടിച്ചിട്ട് പാ. ഇവന് നീ മാത്രമല്ല വേറെ പ്രണയമുണ്ടെന്ന് എന്റെ കണ്ണാപ്പിക്കോ ചോദിച്ചോക്ക്. നോക്കണം. പുക്കി ബോയ് കം ഓൺ ഹിയർ, കം കം കം. പെണ്ണുങ്ങടെ പേര് ചേട്ടൻ ഇഷ്ടമുള്ള പെണ്ണുങ്ങടെ പേര്. ചിഞ്ചും മഞ്ജു ചിഞ്ചും മഞ്ജു രഞ്ജു. അയ്യോ അശ്വതി അച്ചു, അയ്യോ അശ്വതി അച്ചു. സച്ചിൻ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കണ്ടായിരുന്നു സത്യമായിട്ട്. പ്രാർത്ഥിച്ചോ? ഒരു സെക്കൻഡ്. Comedy Masters in the Cutie the Beauty Shop ഇന്നത്തെ മെയിൻ സച്ചിൻ. വീണ്ടും ഒരു ലോഡ് സാധനങ്ങളാണ് ഇതാ ഇതിൻ്റെ അകത്തുള്ളത്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. സച്ചിനെ തിരിച്ചു പോയിട്ടേ അപ്പുറത്തപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓരോ സോപ്പ് കൊടു. ഒരാൾക്ക് ഞാൻ കൊടുക്കൂലല്ലോ. കാരണം എന്തെന്നറിയാമോ, ഞാന് വീട്ടിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഈ മാട്ടപ്പരിപാടിക്കൊക്കെ പോകും. അപ്പോൾ ഈ പണ്ട് പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക്, ഇപ്പോഴും പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര കളിയാക്കലാണ്. നീ ഒന്നും എങ്ങും എത്താൻ പോണില്ല, നീ എങ്ങും എത്താൻ പോണില്ല, നീ ഒന്നും ഒരു ലെവലും എത്തൂല, നീയൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒരു ഇതാവുമെന്ന് പറഞ്ഞ്. പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇത്രയും വലിയൊരു ഫ്ലോറിൽ വരാനും ഇങ്ങനൊരു ഇത് ചെയ്യാനും പറ്റിയാൽ ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എനിക്ക് എൻ്റെ കൂടെ ചെയ്ത എൻ്റെ 3 പേര്. അവർ ഇതാണ് ഒരുപാട് നമ്മൾ 3 പേര് ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ നമ്മളെ ഗ്രൂമറായ നമ്മളെ രതീഷ് ചേട്ടൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. പുള്ളി ഒരുപാട് നമ്മളെ ഗ്രൂമിങ് ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. വാക്കുകളില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സൂപ്പർ. എന്തായാലും സച്ചിൻ ഇനിയും ഇതുപോലെ അവസരങ്ങൾ നേടാൻ സാധിക്കട്ടെ, ഇതുപോലെ ക്രൗഡുകൾ ധരിക്കാൻ പറ്റട്ടെ. അതിനെന്ത് ചെയ്യണം? ഇവിടെ ഇനിയും സ്കിറ്റ് പെർഫോം ചെയ്യണം. തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ ബിഫോർ വൈൻഡിങ് അപ്പ് ഒരു കാര്യം കൂടെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളതെന്ന് ഇപ്പോൾ സച്ചിൻ്റെ വാക്കുകൾ എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ തോന്നിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ തന്നെ പല കോമൻസും കാര്യങ്ങളും നെഗറ്റിവിറ്റിയും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നൊരു വിഷയമല്ല എന്നും പറഞ്ഞ് മുന്നോട്ട് വന്ന് ഈ വേദി വരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസും വിജയവുമാണ്. നിങ്ങളെ പോലെ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊരു ട്രേഡ് മാർക്ക് അവിടെ എത്തിച്ചിരിക്കുകയാണ്. സോ കീപ് ഗോയിങ്. കല്യാണി ബട്ട് വി ആർ സോ ഹാപ്പി ടു മീറ്റ് യു ഓൾ. ഇനിയും വരണം, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം. ഇതുപോലെ അടിച്ച് പൊളിച്ച് നമ്മൾ രസമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. കല്യാണി ആക്ച്വലി ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഇതിലോട്ട് വന്നപ്പോ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കേട്ടിട്ടുണ്ട്. നിനക്ക് വേറെ ജോലി ഇല്ലേന്ന് ചോദിച്ച്. വീഡിയോ എടുക്കുന്നു, കുക്ക് ചെയ്യുന്നു, വീട്ടിലെ കാര്യം ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, വോയിസ് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു വലിയ ജോലിയാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജോലിയാണിത്. അപ്പൊ അവിടുന്ന് ഇവിടെ ഇരിക്കാൻ പറ്റിയത് ഭയങ്കര. ശ്വേത ചേച്ചി, എനിക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. ശ്വേത ചേച്ചിയെ പറ്റിയോ? അല്ല ഒരു റീല് ചെയ്തപ്പോ ചേച്ചിയുടെ പോലെ
മുഖത്തിന്റെ ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് നേരിട്ട് കണ്ടപ്പോ എനിക്കുണ്ടല്ലോ. കുറച്ചു നേരം ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ വയ്യായിരുന്നു. അതുപോലെ അയ്യോടാ, എയറിലൊക്കെ പോയി വരുന്ന വലിയ വലിയ ആളാണോ ഈ നിന്ന് ഇങ്ങനെ കരയുന്നേ? ഇതൊന്നും ഒരു സംഭവമല്ല. ഇവിടെ വരെ എത്തിയില്ലേ? നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും വലിയൊരു സംഭവമാണ്. നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെയാണ്. നമ്മളെല്ലാവരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്, പല പ്ലാറ്റ്ഫോം ആണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങളെക്കാട്ടിലും ഫാൻ നിങ്ങൾക്കുണ്ട്. അത്രേ ഉള്ളൂ സംഭവം, അല്ലേ? ഇനി ചെയ്യേണ്ട എന്താ വെച്ചാല്, നിങ്ങൾ വളരുന്നതോടൊപ്പം തന്നെ ഞങ്ങളെയൊക്കെ ഒന്ന് വളർത്തി വിടുക. വല്ലപ്പോഴൊക്കെ ഒരു മില്യൺ ഞങ്ങൾക്ക് തരുവോ? ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗൈസ്, ഞങ്ങൾ പോവാണ്. വീണ്ടും ഇതുപോലെ നല്ല ഫൺ ഫീൽഡ് എപ്പിസോഡായിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.